പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിലും KSUവിലും ചേരിപ്പോര് രൂക്ഷം. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് തമ്മിലടി. പാലക്കാടിനെ ഷാഫി ചതിച്ചെന്ന് വിമർശിക്കുന്ന ഒരു വിഭാഗം പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും ആരോപണം ഉന്നയിച്ചു. അശ്ലീല മെസ്സേജ് അയച്ചെന്നാണ് ആരോപണം. VT ബൽറാം അനുകൂലികളുള്ള തിരിച്ചുപിടിക്കും തൃത്താല എന്ന പേരിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലും രൂക്ഷമായ പ്രത്യാരോപണങ്ങളാണ് ഉള്ളത്. മുൻ MP-യുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് ബൽറാം വിഭാഗം കുറ്റപ്പെടുത്തുന്നു. രാഹുലിനെ അനുകൂലിച്ച് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു. പുള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഷാഫി പറമ്പിലായിക്കോട്ടെ, പാലക്കാട് ഉണ്ടാവുമ്പോൾ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും, സംഭാഷണം ഒരുക്കും, പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭാഷണം ഒരുക്കും. അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും. നേതാക്കൾ ആരാണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ഒരു പേരെടുത്ത് ആരും പറയാതെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ. ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് പാർട്ടിയിൽ അകത്ത് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ പറയുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ വീണ്ടും സസ്പെൻഷൻ വാങ്ങി എന്നുള്ള പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ആളുകളെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ ആകർഷിച്ചുകൊണ്ട് യുവാക്കൾ കടന്നു വരുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നം വന്നാൽ അവൻ എങ്ങനെ ചാമ്പാന്ന് നോക്കുന്ന നേതാക്കളും ഫാൻസ് അസോസിയേഷൻകാരുമാണ് ഇന്ന് പാലക്കാടുള്ളത്. അതിനൊരു മാറ്റം വേണം. എല്ലാവരും ഒന്ന് പുനഃപരിശോധിക്കണം. എല്ലാത്തിനും തീരുമാനം വേണം. അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം MLA-യുടെ ഓഫീസിന് മുമ്പിൽ വരെ എത്തിക്കാനുള്ള അവസരം ഒരുക്കുക. പോലീസിനെതിരെ അടക്കം ശക്തമായി നിലപാട് പറയാൻ ഒരു KSUക്കാരനോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ തയ്യാറായില്ല. അതന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ എനിക്ക് ഇടാൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തല എന്തെങ്കിലും പറഞ്ഞാൽ രമേശ് ചെന്നിത്തല കൊന്നുകൊല വിളിക്കാൻ കുറെ ആളുകൾ, അതൊന്നും നടക്കൂല, അത് നടക്കാൻ സമ്മതിക്കൂല. VV അരുൺ നൽകും വിശദാംശങ്ങൾ. അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുടക്കം മുതലേ നമ്മൾ കണ്ടതാണ് പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര്. ഇപ്പോഴിത് യൂത്ത് കോൺഗ്രസിലുമൊപ്പം KSUവിലും ചേരിപ്പോര് രൂക്ഷമാണെന്ന് തെളിയിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശമാണ്, വാട്സ്ആപ്പ് മെസ്സേജാണ് നമ്മൾ വളരെ കൃത്യമായി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തമ്മിലടി തന്നെയല്ലേ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിലെ ഒരു വലിയ വിവാദമായി മാറിക്കഴിഞ്ഞു. കോൺഗ്രസിൽ തന്നെ വലിയ അടിയായി മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വളരെ പ്രകടമായി തന്നെ വിവാദങ്ങളിലുണ്ട്. രാഹുലിനെ എന്തിനിങ്ങനെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. അതാണ് ഇപ്പോൾ ഈ പാലക്കാട്ടെ ഗ്രൂപ്പ്. ഇത് പാലക്കാട്ടെ ഗ്രൂപ്പിലുള്ള കാര്യം മാത്രമല്ല, സംസ്ഥാന വാട്സാപ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വാട്സാപ്പ് ഗ്രൂപ്പിലും സമാനമായ സാഹചര്യമുണ്ട്. തുടർന്നാണ് അത് അഗ്നിനുള്ളി ഗ്രൂപ്പാക്കി മാറ്റിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിന്റെയും നേതൃത്വം അതിരുവിട്ട് സംരക്ഷിക്കുന്നു എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. മുൻ MP-യുടെ മകൾക്കെതിരെ പോലും ഇത്തരത്തിൽ അശ്ലീല സന്ദേശങ്ങൾ അയക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായെന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ ആരോപണമെന്ന് വിമർശിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് പ്രതിരോധിക്കേണ്ട വിഷയമായി മാറും, മറുപടി പറയേണ്ട വിഷയമായി മാറും. വാട്സാപ്പ് പാർട്ടി ഗ്രൂപ്പുകളിൽ പോലും അത്തരം ആരോപണം ഉയർന്നു വരുമ്പോൾ അത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ്. രമേശ് ചെന്നിത്തലയുടെ പേരൊക്കെ എടുത്തു പറഞ്ഞ ഈ ശബ്ദ സന്ദേശത്തിൽ കേൾക്കാം. രമേശ് ചെന്നിത്തലയൊക്കെ രാഹുലിനെതിരെ ആരെന്ത് പറഞ്ഞാലും അവർക്കെതിരെ ഒരു സൈബർ ആക്രമണം ശക്തമായി തന്നെ ഉണ്ടാകുന്നു. അതിലും വലിയ അമർഷം ഈ കോൺഗ്രസിനുള്ളിലുണ്ട്. ഏതായാലും വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. രാഹുലിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കാനോ ആരും വന്നെങ്കിൽ പോലും നടപടികൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. അതിനവർ പറയുന്നത് നേരത്തെ CPM നേതാക്കൾക്കെതിരെ, മന്ത്രിമാർക്കെതിരെ ഉയർന്ന MLA-മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, BJP നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അപ്പോഴൊന്നും സ്വീകരിക്കാൻ നടപടി കോൺഗ്രസ് സ്വീകരിച്ചു. ഇനി രാഹുൽ വേണമെങ്കിൽ രാഹുലിന്റെ ഭാഗം തെളിയിക്കട്ടെ. രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല, രാഹുലിന്റെ വിശ്വാസമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ തെറ്റ് തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ എന്ന കാര്യത്തിൽ രാഹുലിന്റെ കാര്യത്തിൽ നിലപാട് പാർട്ടി എടുക്കും. പക്ഷെ അപ്പോഴും ഇതിനപ്പുറത്തേക്ക് MLA സ്ഥാനം രാജിവെക്കുന്ന നടപടികളിലേക്ക് പോകില്ല. നിയമസഭയിൽ രാഹുലിനെ മാറ്റി നിർത്തുപോയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് രാഹുലിനെ അറിയിപ്പ് കൊടുക്കണം. പക്ഷെ അത്തരം ഒരു അറിയിപ്പ് കൊടുക്കാനിടയില്ല. അല്ലാതെ രാഹുൽ സഭാ സമ്മേളനത്തിൽ വരുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. 15-ാം തീയതി സെപ്റ്റംബർ 15-നാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കേണ്ടത്. ആ ഘട്ടത്തിൽ എങ്ങനെയാകും രാഹുലിന്റെ കാര്യത്തിൽ എന്നതാണ് വ്യക്തമാകേണ്ടത്. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ആരോപണങ്ങൾ കോൺഗ്രസിലെ രാഷ്ട്രീയ പോരായി വളരുകയാണ്, ഉൾപാർട്ടി തർക്കമായി മാറുകയാണ്. എന്തിന് രാഹുലിനെ പോലുള്ള നേതാക്കളെ ഇനിയും സംരക്ഷിക്കുന്ന ചോദ്യം ശക്തമായി ഉയർന്നു വരുന്നു. അതേസമയം രാഹുലിനെ ബലിയാടാക്കിയതാണ്, രാഹുലിനെ ഗൂഢാലോചനയുടെ ഭാഗമായി രാഹുലിനെ കുടിക്കതാണെന്ന വാദവുമായി രാഹുൽ ഫാൻസ്, ഷാഫി ഫാൻസ് അംഗങ്ങളും
സജീവമായി തന്നെയുണ്ട്. അതാണ് ഇപ്പോൾ അരുൺ തുടരുക. ഇപ്പോൾ സജീവൻ മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സജീവൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തി തലയൂരാൻ പാർട്ടി ശ്രമിക്കുമ്പോൾ അങ്ങനെ അങ്ങ് മാറി നിർത്തിയാൽ പോലും വിഷയം അവസാനിക്കുന്നില്ല എന്ന് കാണിക്കുന്ന സംഭവങ്ങളാണിപ്പോൾ യൂത്ത് കോൺഗ്രസിലും ഒപ്പം പ്രധാനമായും KSUവിലും നടക്കുന്നത്. തമ്മിലടി തന്നെയാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? െതിരെയുള്ള ആരോപണത്തിന്റെ ഒരു തുടർച്ച മാത്രമല്ല, കുറച്ചു കാലമായിട്ട് യൂത്ത് കോൺഗ്രസിനകത്തും ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പ് പോരാട്ടമുണ്ട്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിന്റെയും രാഹുലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ യുവവിഭാഗം അവരിത് കൈയടക്കാൻ ശ്രമിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിനെയാണെങ്കിലും കോൺഗ്രസിൽ തന്നെ വലിയ സ്വാധീനം, സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് പ്രത്യേകമായിട്ട് അവരുടെ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയപ്പോൾ നമ്മൾ പാലക്കാട് ഇലക്ഷനിലൊക്കെ കണ്ടിട്ടില്ലായിരുന്നു. അവരുടെ കൈപ്പിടിയിലായിരുന്നു കാര്യങ്ങൾ. നിലമ്പൂരിൽ അതേ രീതിയിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്തുണ്ടായിരുന്ന പ്രതിഷേധം അത് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രാഹുലിനെതിരെയുള്ള ഈ ആരോപണത്തിന്റെ ഘട്ടത്തിൽ പൊട്ടിത്തെറിച്ചത് മാത്രമല്ല, ഇത് ഈ രാഹുലിനെതിരെ നടപടി എടുത്താലും എടുത്തില്ലെങ്കിലും ഇപ്പൊ എടുത്ത നടപടി എന്ന് പറയുന്നത് നടപടി എന്ന് പോലും പറയാൻ പറ്റാത്തതാണ്. അദ്ദേഹം സ്വയം രാജിവെച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇനി നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പുറത്ത് വരുന്ന രീതിയിൽ അദ്ദേഹത്തെ പുറത്താക്കിയതല്ല, രാജിവെച്ചതാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് 6 മാസമേ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ആ 6 മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സസ്പെൻഷൻ ഒഴിവാക്കേണ്ടി വരും. പ്രത്യേകിച്ച് പാർട്ടി അന്വേഷണം ഇല്ല എന്ന് പറയുമ്പോൾ അത് ഒരു 6 മാസത്തെ കാലത്ത് എന്ന് പറയുന്ന ഇതാന്ന് പറയുമ്പോഴേക്ക് മാറിപ്പോകുന്നതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നടപടിയുടെ ഭാഗമായിട്ട് പോലും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു നടപടി എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തു, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ഈ പോരാട്ടം അതിഭീകരമായിട്ട് മാറാതിരിക്കാൻ. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വന്നു മാത്രമല്ല, കുറെ ആളുകൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഷാഫി പറമ്പിലിനെതിരെയുള്ള ഒരു അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും മറ്റും വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഒരു ശക്തി പ്രകടനത്തിന്റെ ഭാഗമായിട്ട്, പരസ്പരമുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇനി വളർന്നു വരാൻ വളരെ കൂടുതലാണ് സാധ്യത. തീർച്ചയായും. ശ്രീ സജീവൻ, ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ ആർജവത്തോടു കൂടി എടുത്ത നിലപാട്. അവരുടെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, അത് മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം അയാൾ മാറി നിൽക്കണം എന്ന് പോലും പറഞ്ഞ നേതാക്കളെ നമ്മൾ കണ്ടതാണ്, വനിതാ നേതാക്കളെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അവരുടെ ഒക്കെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല കോൺഗ്രസിൽ എന്നാണോ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ വനിതാ നേതാക്കൾ ഇതൊക്കെ പറയുമ്പോഴും ഈ രാഹുലിനെ പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെപ്പിച്ചു എന്ന് വന്നാൽ പോലും ഉണ്ടാവുന്ന കാര്യം എന്താണ്? അതോടുകൂടിയിട്ട് പ്രശ്നം തീരുന്നില്ല. രാഹുലിനെ അനുകൂലിക്കുന്ന, ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന, VD സതീശിനെ അനുകൂലിക്കുന്ന വിഭാഗമുണ്ട്. അവരുടെ പരാജയമായിട്ടത് മാറും. അതുകൊണ്ട് അവർ ശക്തിയായിട്ട് തിരിച്ചടിക്കും. കോൺഗ്രസിനകത്ത് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോഴേക്കും വലിയ തിരിച്ചടി, 2 തവണ നഷ്ടപ്പെട്ട ഭരണം 3ാമത്തെ തവണയും നഷ്ടപ്പെടാനുള്ള വളരെ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇത് ഹൈക്കമാൻഡിന്റെ ഒരു നിർദ്ദേശം കൂടി ആയിരിക്കാം. നടപടി എടുത്തു എന്ന് വരുത്തുക, നടപടി എടുക്കാതിരിക്കുക. അപ്പൊ ഈ നടപടി എടുക്കപ്പെട്ട രാഹുൽ വിഭാഗത്തിനും നടപടി ആവശ്യപ്പെട്ട ആളുകൾക്കും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വനിതാ നേതാക്കളുടെ വലിയ ആർജവം എന്ന് പറയുന്നത് നേരത്തെ ഇതേ പ്രശ്നം മുകേഷിന്റെ കാര്യത്തിലും PK ശശിയുടെ കാര്യത്തിലൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ CPM നേതാക്കന്മാർ പറഞ്ഞ കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെയല്ല ഞങ്ങൾ പ്രതികരിക്കുന്നത്. അങ്ങനെയാണ് അവരിപ്പോ പറഞ്ഞത്. ശക്തമായ രൂപത്തിൽ ഇത് കർക്കശമായ നടപടി വേണമെന്നൊക്കെ അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞു. പക്ഷെ പിന്നീട് അവർക്ക് ആ ആവേശത്തോടു കൂടി പറഞ്ഞാൽ അത് ചെവിക്കൊള്ളില്ല എന്ന് അവർക്കറിയാം. സത്യത്തിൽ അവർ പറഞ്ഞു കുടുങ്ങിയെന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും വളരെ വ്യക്തമാണ് ശ്രീ സജീവൻ ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി. ഞാൻ വീണ്ടും PV അരുണിലേക്ക് പോവുകയാണ്. അരുൺ, നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ പാർട്ടിക്കകത്ത് തന്നെയുള്ള വനിതാ നേതാക്കൾക്ക് സ്ത്രീകൾക്കൊന്നും അവിടെ രക്ഷയില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നമ്മൾ ഇന്നലെ അവിടെ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനമായി ഈ രാഹുൽ വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാഹുലിനെ പാടെ തള്ളുന്ന നിലപാട് VD സതീശൻ സ്വീകരിച്ച് നമ്മൾ കണ്ടു. അതേ സമയത്ത് തന്നെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന ഷാഫി പറമ്പിലിനെ നമ്മൾ കണ്ടു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായ ഒരു സമവാക്യങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നതിന്റെ സൂചനയല്ലേ? അത് തന്നെയല്ലേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലും KSUവിലും സംഭവിക്കുന്നത്?
അരുൺ? തീർച്ചയായിട്ടും കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ നേരത്തെ ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഗ്രൂപ്പില്ല എന്ന് പറയുമ്പോഴും ഓരോ നേതാക്കൾക്ക് പിന്നിലും കൃത്യമായ അണികളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഏറ്റവും പുതിയ നേതാവിന് പോലും സംഘടനാ രംഗത്ത് അത്രയൊന്നും പരിചയമില്ലാത്ത ഉയർന്നു വരുന്ന നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾക്ക് ചുറ്റുപോലും വലിയ അണികളുണ്ട്. ഒരുപക്ഷെ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയാൻ തരത്തിലുള്ള അണികളാണ് ഇപ്പോൾ കോൺഗ്രസിൽ പൊതുവിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഉള്ളത്. അത് വലിയ രീതിയിൽ അവർക്ക് പിന്നിൽ ആ നേതാക്കൾ അണിനിരക്കുന്നു. വി.ഡി. സതീഷിനൊപ്പമായിരുന്നു കഴിഞ്ഞ വി.ഡി. സതീശനും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിനൊപ്പമായ കുറെ നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവരുമായി ചില വിള്ളൽ വരുമ്പോഴും അവർക്കൊപ്പം നിൽക്കാൻ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാഫി പറമ്പിൽ ഒരുപക്ഷെ യുവ നേതാക്കളിൽ ഒന്നാം സ്ഥാനത്ത് ഷാഫി പറമ്പിലാണ്. മറ്റു മുതിർന്ന നേതാക്കളെയൊക്കെ മറികടന്ന ഷാഫി വലിയ രീതിയിൽ വളരുന്നു എന്നൊരു അമർഷം അർഹമായതിലധികം വളർച്ച ഷാഫിക്ക് ഉണ്ടാകുന്നു. വലിയ പിന്തുണ ഷാഫി കിട്ടുന്ന വലിയ പരാതി കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഗ്രൂപ്പുകളുണ്ട്. നേരത്തെ AI ഗ്രൂപ്പുകൾ എന്ന് പറയാൻ മാത്രമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നേതാക്കൾക്ക് ചുറ്റുമാണ് കോൺഗ്രസിലെ ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും വേണ്ടിയും അവർക്കെതിരെയും ഇത്തരം വിമർശനങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ വരുന്നത്. കടുത്ത എതിരഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട്. ഇവർക്ക് ഇത്രയധികം പിന്തുണ പാർട്ടിയിൽ കിട്ടുന്ന നേതൃത്വം പിന്തുണ നൽകുന്ന വലിയ അമർശമുള്ളവരുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനെ ഇങ്ങനെ വളർത്തിയെന്ന ചോദ്യം നേരത്തെ തന്നെ അതാണ് അരുൺ. ഈ രാഹുലിനെ ചാരി നിൽക്കുന്ന ഷാഫിക്കെതിരെയും വലിയ വിഭാഗം അമർഷവുമായി രംഗത്തെത്തുന്ന സാഹചര്യം അല്ലേ? തീർച്ചയായിട്ടും ഷാഫി പറമ്പിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉയർന്നു വന്നപ്പോൾ അതിനും ശക്തമായ അല്ലെങ്കിൽ അതിന് സമാനമായ വിമർശനം ഷാഫിക്കെതിരെ ഉണ്ടായിരുന്നു. അത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്ന് മാത്രമായിരുന്നില്ല, കോൺഗ്രസിനുള്ളിൽ നിന്നും അത്തരം വിമർശനം തന്നെയാണ് ഉയർന്നു വന്നത്. ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്പോൺസർ അല്ലെങ്കിൽ മെന്റർ എന്ന തരത്തിലുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ട് തള്ളിപ്പറയാൻ പോലും കഴിയാതെ പോയത്. പിന്നീട് പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി എടുക്കുന്ന നടപടി തന്നെയാണ് അത് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു ഷാഫി പറമ്പിലും ചെയ്തത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട നേതാവ് ഒന്ന് ഷാഫി പറമ്പിലാണ്, മറ്റൊരാൾ വി.ഡി. സതീശനാണ്. വി.ഡി. സതീശനും ഈ രണ്ട് യുവ നേതാക്കളെ വല്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരുന്നു. അത് ശരിയായില്ല എന്ന വിമർശനം കോൺഗ്രസ് നേരത്തെ തന്നെ ഉള്ളതാണ്. ആ സാഹചര്യങ്ങളിലാണ് ഇപ്പോഴും ഈ തർക്കം മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകുന്നത് അവകാശവാദങ്ങളെയൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള ഒരു വിവാദമായി ഈ വിഷയം മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല, ഇത്തരം പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ട്. അത് ഇത്തരം നേതാക്കൾ ഈ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആ ഇടപെടലുകൾ ശരിയായില്ല എന്ന കടുത്ത വിമർശനമുണ്ട്. അതൊക്കെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ച് കുലുക്കുന്നു എന്ന് തന്നെ പറയാം. അതാണ് അരുൺ, അവിടെ ഒരു സംശയം. ഇത് ഷാഫിയിലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അവസാനിക്കുന്ന ഒന്നാകുമോ? കാരണം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും പലർക്കും അശ്ലീല മെസ്സേജുകൾ അയച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവരുടെ തമ്മിലടി തന്നെ പലതും പുറത്തെത്തിക്കും അല്ലേ അരുൺ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് BJP-യുടെയോ CPM-ന്റെയോ ഒക്കെ ഗൂഢാലോചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ഇപ്പോൾ നീങ്ങുകളെന്ന ഒരു വിലയിരുത്തൽ ഇവരെ അനുകൂലിക്കുന്നവരുടെ മുന്നിലുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് അതിലെ വസ്തുതകൾ പുറത്തു വരികയാണ്. ഈ ആദ്യം പരാതി പറഞ്ഞ യുവതി അവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ളയാളാണ്. പ്രതിപക്ഷ നേതാവിനെ സ്വന്തം പിതാവിനെ പോലെ കാണുന്ന അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തിന്റെ മകളാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബന്ധമുള്ളയാളാണ്. അതിന് പുറമെ മറ്റ് വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ മാത്രം തള്ളിക്കളയാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിയുടെ കൂടിയേ കാണാൻ കഴിയൂ. തന്റെ പേരക്കുട്ടികൾ രണ്ടുപേർ പെൺകുട്ടികളാണ്. അവർ KSUവിലൂടെ വളർന്നു വരണം. അങ്ങനെ വളർന്നു വരുമ്പോൾ ഇതുപോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ അവരെ സംഘടനയിലേക്ക് അയക്കുമെന്ന ചോദ്യം വലിയ ആശങ്കയോടെ അമ്മയുടെ വേദനയോടുകൂടി ആ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MLA ആണ്. കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവായിരുന്ന PT തോമസിന്റെ വിധവ ഉമാ തോമസ് ആണ്. അത്തരം കാര്യങ്ങളൊന്നും അത്ര എളുപ്പം കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന വിഷയമല്ല. മാത്രമല്ല, ഈ ഒരു മുൻ MP-യുടെ മകൾക്ക് പോലും ഇത്തരത്തിൽ മോശം അവരോടുകൂടി പോലും മോശമായി പെരുമാറി എന്ന വിമർശനം ഉയർന്നു വരുന്നത് ഇപ്പോൾ. നേരത്തെ അത് നമുക്കൊക്കെ വാർത്തയായി നൽകുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പാടെ നിഷേധിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോലും അത്തരം സന്ദേശങ്ങൾ വരുന്നു. അവർ പോലും ആ യാഥാർത്ഥ്യം തിരിച്ചറിയാനും പുറത്തു പറയാനും തയ്യാറാകുന്നു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണത് ഉണ്ടാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന സിദ്ധാന്തം പോലും തള്ളിപ്പോകുന്ന മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തിയത് ന്യൂസ് 18-ന്റെ അടക്കം പേരെടുത്ത് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ന്യൂസ് 18 തനിക്ക് നീങ്ങുന്നതെന്ന നമ്മുടെ റിപ്പോർട്ടർ ഡാൻഗോയുടെ ഒരു ഓഡിയോ സന്ദേശമൊക്കെ പുറത്തുവിട്ടതുപോലെ എന്തോ വലിയ അവകാശവാദവുമായി രാഹുൽ വരികയും പിന്നീട് അത് രാഹുലിന് തന്നെ തിരിച്ചടിയെ മാറുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ മാധ്യമങ്ങൾക്കും എതിർ രാഷ്ട്രീയ കക്ഷികൾക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വരുന്ന ഇപ്പോൾ സ്വന്തം സംഘടനയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായ
യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരം വിമർശനങ്ങൾ വരുന്നത്. യൂത്ത് കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്കും സമാനമായ അനുഭവങ്ങളുണ്ടായി. പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കുടുംബങ്ങളിൽ പോലും ഇത്തരം മോശമായ ഇടപെടലുകൾ ഇയാളുടെ ഭാഗത്തുണ്ടായത് വിമർശനമൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ഇനിയും ഇത് ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഇനി വ്യക്തമാകേണ്ടത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്തരം വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് തെളിയുകയാണ് ഓരോ ദിവസവും. ഈ വിഷയം യൂത്ത് കോൺഗ്രസ് അധിഷ്ഠാന രാജിയും അതുപോലെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ കൊണ്ട് ഒതുക്കാമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ അത്രത്തോളം എളുപ്പമാകില്ല എന്ന് വ്യക്തമാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട്. അത് ഉള്ളതാണോ എന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് മുക്താപ്പോക്ക് ന്യായം കൊണ്ടുവന്നു, അതൊക്കെ നമ്മൾ പൊളിച്ചു, അത് മാറ്റി നിർത്തട്ടെ. എന്തായാലും ഇന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? യെസ് അരുൺ, ഞാൻ അരുണിലേക്ക് വരാം. ഇപ്പോൾ BJP നേതാവ് സി കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുന്നു. സി കൃഷ്ണകുമാർ, പാലക്കാട്ട് ഈ KSUവിലും യൂത്ത് കോൺഗ്രസിലും തമ്മിലടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ തമ്മിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം MLA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ തരത്തിൽ ഭിന്നതയുണ്ട് എന്നുള്ള വിഷയം പുറത്തു വരുമ്പോൾ എന്താണ് BJPക്ക് പറയാനുള്ളത്? അല്ല, ഈ കോൺഗ്രസിനുള്ളില് വലിയൊരു വിഭാഗം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വലിയ അഭിപ്രായ ഭിന്നതയുണ്ട്. അവരുടെ വലിയ എതിർപ്പ് കോൺഗ്രസിനകത്തുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന സമയത്ത് തന്നെ വലിയ പൊട്ടിത്തെറി പാലക്കാട് ഉണ്ടായിരുന്നു. ഇപ്പോ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്ന ഒരാളെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ സംരക്ഷിച്ചു വരുന്നതിനെതിരായിട്ട് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്ക് വലിയ അതിർത്തിയുണ്ട്. കോൺഗ്രസിന്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിർത്തിയുണ്ട്. ഇത് ആരെല്ലാം സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇത് കോൺഗ്രസിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് ചിലപ്പോൾ രാഹുലിനെ പേടിയുണ്ടാവും. പക്ഷെ കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് പാലക്കാട് പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി കൊടികെട്ടാനും പോസ്റ്റ് ഒട്ടിക്കാനും നടക്കുന്ന പ്രവർത്തകർക്ക് ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ്. അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കോൺഗ്രസ് ഇപ്പൊ 28, 29, 30 തീയതികളിലൊക്കെ ഗൃഹസമ്പർക്കം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്ത് പേര് പറഞ്ഞിട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തകര് ജനങ്ങളെ അഭിമുഖീകരിക്കുക? വീടുകൾ കയറി ചെന്ന് എന്ത് പറയും? അവിടുത്തെ സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്ന അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്ന തുടക്കം മുതൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിന് പിന്നിൽ ഈ ഗൂഢാലോചനയാണിത്. ഇതിന് പിന്നിൽ BJP ആണ്, പ്രധാനമായും പാലക്കാട്ടെ BJP ആണ്, പാലക്കാട്ടെ പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കളാണെന്നുള്ള ആരോപണം തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നു. അതിന് എന്താണ് മറുപടി? ഞങ്ങൾ കോൺഗ്രസിന്റെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ വെല്ലുവിളിക്കുക. ഈ ആരോപണങ്ങൾ തെറ്റാണെന്നെങ്കിൽ, അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്താണെങ്കിൽ, ഈ വാട്സാപ്പ് ചാറ്റുകൾ ഞങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്താണെങ്കിൽ അവര് നിയമപരമായിട്ട് നേരിടട്ടെ. എന്തുകൊണ്ട് ഇതുവരെ ആ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ട ചാനലുകൾക്കെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും ഇതുവരെ അയച്ചില്ലല്ലോ? മാനനഷ്ട കേസിന് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാലോ, അതിന് നോട്ടീസ് അയക്കാലോ? എന്തുകൊണ്ട് കോൺഗ്രസ് അതിന് തയ്യാറാവുന്നില്ല? കോൺഗ്രസിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഇത് ആരും ഫാബ്രിക്കേറ്റ് ചെയ്തതല്ല. കുറെ കാലങ്ങളായിട്ട്, കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് പുകയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിനകത്തുനിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഹത്യക്ക് ഞങ്ങൾ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോ അതിൽ ബാധിക്കപ്പെട്ട ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ പ്രവർത്തകരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. ഞങ്ങൾ അതിൽ പ്രതികരിക്കുന്നതിൽ ഇത് ഞങ്ങളുടെ ഗൂഢാലോചനയാണെന്ന് എന്തിനാ പറയുന്നത്? ഈ ഏതെങ്കിലും വ്യക്തികളുമായിട്ട്, ഈ ഓഡിയോ ക്ലിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് ഞങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞങ്ങളാണോ ഇത്തരത്തിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ അയച്ചത്? ഞങ്ങളാണോ ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ, ഈ ഓഡിയോ പിന്നിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കാൻ പോകുന്നത്? അതായത് ഈ ട്രാൻസ്ജെൻഡർ അവന്തിക പരാതി ഉന്നയിച്ച അവന്തിക BJP ചായ്വുള്ള ഒരാളാണ്, അവർ അതുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ശ്രീ പ്രശാന്ത് ശിവൻ അടക്കമുള്ളവർ ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവന്തിക BJP-കാരിയാണെന്ന് ഇപ്പോഴേ അറിയുന്നുള്ളൂ, BJP ആയിട്ട് അനുഭാവിയാണെന്ന് ഇപ്പോഴേ അറിയുന്നുള്ളൂ. അവന്തികയുമായിട്ട് വാട്സാപ്പ് ചാറ്റ് നടത്തുന്ന സമയത്ത്, അവന്തികയോട് പറയാൻ കൊള്ളാത്ത വാചകങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും അവന്തിക BJP അനുഭാവിയാണെന്ന് അറിയില്ലേ? അവന്തികയോട് ഓഗസ്റ്റ് 1-ാം തീയതി സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് ആരാ പുറത്തുവിട്ടത്? അവന്തികയുമായിട്ട് സംസാരിച്ചതിന്റെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ. അപ്പൊ അറിയില്ലേ അവന്തിക BJP-യോട് അനുഭാവമുള്ള ആളാണെന്ന്? ആരോപണങ്ങൾ പുറത്തു വന്ന്
താൻ പ്രതിക്കൂട്ടിലാവുന്ന സമയത്ത് അതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളാണ്, BJP ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ കാലത്ത് വിശ്വസിക്കുക? അത് കഴിഞ്ഞ് അവന്തിക പത്രസമ്മേളനം നടത്തിയില്ലേ വീണ്ടും? ഞാൻ ഈ കാര്യങ്ങൾ ഇതുവരെ പുറത്തു പറയാതിരുന്നത് എന്റെ ജീവനെ ഭയന്നിട്ടാണ്, ഭീഷണി ഭയന്നിട്ടാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ശിവനോട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം പരസ്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നു, എന്തെങ്കിലും എനിക്ക് ആവശ്യം വന്നാൽ സഹായിക്കാൻ കഴിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവന്തിക. അല്ലാതെ പ്രശാന്ത് ശിവൻ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനോ ഒന്നും പറഞ്ഞു അവന്തിക പറഞ്ഞിട്ടില്ലല്ലോ. തീർച്ചയായും. ഒരൊറ്റ കാര്യം കൂടി ശ്രീ കൃഷ്ണകുമാർ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും MLA ആയി നിമിഷം പോലും തുടരുകയാണ്. അതിലിനി അത് മാറാൻ, അദ്ദേഹം രാജിവെക്കാനുള്ള സാധ്യത അത് വിദൂരമായി തുടരുന്നു. എന്താണ് BJPയുടെ നിലവിലുള്ള നീക്കം? ഇനി എങ്ങനെയാണ്? ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പുറത്താക്കുന്നതും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതും എല്ലാം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് അവരുടെ ദേശീയ അധ്യക്ഷനായിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ പാലക്കാടിന്റെ ജനപ്രതിനിധിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരാൻ അർഹനല്ല. പാലക്കാട്ടുകാരെ അപമാനിക്കുന്നതിന് തുല്യമാണത്. പാലക്കാട്ടുകാരോട്, കേരളത്തിലെ സ്ത്രീകളോട് കോൺഗ്രസിന് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ വലിയ ആരോപണം വന്നാളെ ആ ആരോപണങ്ങൾ തെറ്റാണെന്ന് രാഹുൽ തെളിയിക്കട്ടെ. അതുവരെ MLA സ്ഥാനം രാജിവെക്കാം. കോൺഗ്രസിന്റെ ഭരണഘടനയിൽ എന്താ പറയുന്നത്? പാർട്ടി നടപടിയെടുത്ത ഒരാൾ, പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാൾ സ്വാഭാവികമായിട്ടും അയാളുടെ ജനപ്രതിനിധി എന്നുള്ള സ്ഥാനം രാജിവെക്കണം. അത് ലോക്കൽ ബോഡിയിൽ ജയിച്ച ആളായിക്കോട്ടെ, MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, അയാൾ ആ സ്ഥാനം എന്നാണ് കോൺഗ്രസിന്റെ ഭരണഘടനയിൽ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് ഭരണഘടന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇറങ്ങിയ ആളുകൾ സ്വന്തം പാർട്ടിയുടെ ഭരണഘടന പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ആളുകളാണെന്ന് ഇതിന്ന് വ്യക്തമാവുന്നില്ലേ? അവർക്ക് ഭരണഘടനയോട് യാതൊരു കൂറുമില്ല എന്നുള്ളത് ഇത് തെളിയിക്കുകയല്ലേ? തീർച്ചയായും. വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ ഇപ്പോൾ VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇവിടെ നോക്കൂ, BJP ആണ് ഇതിന് പിന്നിലെന്നാണ് തുടക്കം മുതൽ കോൺഗ്രസ് ആരോപിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചത്. വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്ന് ശ്രീ കൃഷ്ണകുമാർ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇവിടെ ഒരു വിഭാഗം പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം അശ്ലീല മെസ്സേജ് അയച്ചെന്നാണ് പാലക്കാട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഇപ്പോൾ ഒരു ആരോപണം വരുന്നത്. അത് പറഞ്ഞത് മറ്റാരുമല്ല, BJPയോ CPMോ ഒന്നുമല്ല. ഈ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ നടന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം പാലക്കാട്ടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഉയരുന്നത്. ആ യൂത്ത് കോൺഗ്രസ് നേതാവ് ആരാണ്, അയാൾ ആർക്കാണ് മെസ്സേജ് അയച്ചെന്നുള്ള വിവരങ്ങൾ ലഭ്യമാണോ ആരോ? യെസ്, അരുണിലോട്ട് വരാം. ഇപ്പോൾ DYFI നേതാവ് ശ്രീ വസീഫ് നമുക്കൊപ്പം ചേർന്നു. വസീഫ്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തമ്മിലടിയാണ് യൂത്ത് കോൺഗ്രസിലും KSUവിലും, ചേരിപ്പോര് രൂക്ഷമാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ രാജിവെച്ചിട്ടില്ല, MLA ആയി തുടരുന്നു. എന്താണ് പ്രതികരണം? ഇവിടെ അഭിമാനബോധമുള്ള കോൺഗ്രസുകാരന് ഈ പ്രവർത്തികളെ ഒന്നും VD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിലുള്ള ഈ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്ന് ഒരു ഗുണ്ടാ സംഘത്തെ, ഒരു അധോലോക സംഘത്തെ വളർത്തിയെടുക്കുന്നതിന് താല്പര്യമുണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ ഒരു സാധാരണക്കാരുടെ ഒരു വലിയ വിഭാഗം ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയെല്ലാം വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ അവരെയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീഷണിപ്പെടുത്തി ഒതുക്കി ഈ പ്രതിഷേധങ്ങളെയെല്ലാം ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അതാണ് ഉമാ തോമസിനെതിരെയുള്ള, അതുപോലെ തന്നെ പ്രതികരിച്ചവർക്കെതിരെയൊക്കെയുള്ള സൈബർ വേട്ട കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏതൊരാൾക്കെതിരെയും എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലേക്കാണ് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ സതീശൻ നേതൃത്വം പോകുന്നത്. അവരുടെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധിയായ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, അവരുടെ കുറേയേറെ പേജുകൾ, ഇതൊക്കെ കുറെ ആയിട്ട് ഇവരുടെ കൈവശമുള്ളതാണ്. പണം കൊടുത്ത് കൈവശപ്പെടുത്തി വെച്ച പേജുകളാണ്. ആ പേജുകളിൽ നിന്നും അതുപോലെ തന്നെ ചില വ്യക്തികളുടെ പേജുകളിൽ നിന്നും ഒക്കെയായിട്ട്, അക്കൗണ്ടുകളിൽ നിന്നൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത്രയധികം ഈ പകൽ പോലെ വ്യക്തമായ ഒരു സംഭവം
അത്രയും തെളിവുകൾ എല്ലാം നിരത്തിയുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ ഇനി മറ്റൊരു കേസിന്റെയോ മറ്റൊരു വാദത്തിന്റെയോ ആവശ്യമില്ല എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ഇടപെട്ട ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് എങ്കിലും തൽക്കാലം തടിയൂരാം എന്ന് ആലോചിക്കുന്നത്. അല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വേറെ ഒരു ന്യായീകരണത്തിനും അവസരമില്ല എന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. ആ സാഹചര്യത്തിൽ പോലും പാലക്കാട് MLA സംരക്ഷിച്ചു നിർത്താൻ ആവശ്യമായ നടപടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം. അതിന് കാരണം ഇവർ ഒരു വലിയ കുറുവ സംഘം തന്നെയാണ്, വലിയ ഗൂഢസംഘം തന്നെയാണ്. ആ ഗൂഢസംഘത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വം അവർക്കൊക്കെ ഉണ്ട് എന്നുള്ള നിലക്കാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിനെതിരെയാണ് ആത്മാഭിമാനമുള്ള പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിലെ കുറച്ചു പേർ വലിയ രീതിയിൽ പ്രക്ഷോഭം, പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം MLA എന്നുള്ള നിലക്ക് പാലക്കാട് പൊതുപ്രവർത്തനത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ മറ്റൊരു തെളിവുകളുടെയോ മറ്റൊരു വിശദീകരണത്തിന്റെയോ ആവശ്യമില്ല. 2 തവണ ഈ MLA പത്രക്കാരെ കണ്ടു. ആ 2 തവണയും തനിക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്നുപോലും നിഷേധിക്കാനോ ഇതിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ട് എന്ന് പറയാനോ തയ്യാറായിട്ടില്ല. ഒരു ആരോപണം മാത്രം, അതൊരു ആരോപണമായി നിന്ന ഒരു ആരോപണം, അത് മാത്രമാണ് അതിലെ ഒരു കോൾ വെച്ച് മാത്രം അദ്ദേഹം സംസാരിച്ചത്. അതും പിന്നീട് അതിനകത്ത് അവ്യക്തതയുണ്ട് എന്ന് തിരിച്ച് ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചാനലുകൾ അത് അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിനേക്കാൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഗൗരവമുള്ള ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കേസുകൾ വന്നിട്ട് എന്തേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന MLA ആ വിഷയത്തിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. എന്നാൽ അത് പറയണ്ടേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് MLAക്കായാലും ഏത് പൗരനെതിരെയായാലും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ വേട്ടയാടുന്നത് ആരായാലും, അത് BJP ആവട്ടെ RSS ആവട്ടെ, ആരായാലും അവർക്കെതിരെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 2 തവണ മാധ്യമങ്ങളെ കണ്ടു, വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടും ഒരിക്കൽ പോലും തനിക്കെതിരെ ഉയർന്ന തെളിവുകൾ വെച്ചുള്ള ആരോപണങ്ങളെ നിഷേധിക്കാനോ അതിനെതിരെ നടപടി എടുക്കുമെന്നോ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല, അതിൽ വസ്തുതകളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തെ വീണ്ടും MLA ആയിട്ട് പാലക്കാട് ജനത അംഗീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീ വസീഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അപ്പോൾ പോലും ശ്രീ വസീഫിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പോഴും ലൈംഗികാരോപണം നേരിട്ട് MLA ആയി തുടരുന്നവർ നിങ്ങളുടെ പാർട്ടിയിലും ഉണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിലും പറഞ്ഞോട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞത് മുകേഷിനെ ഉദ്ദേശിച്ചായിരിക്കും. മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് വിശദമായി പരിശോധിക്കണം. പിന്നെ ആരോപണം ഉന്നയിച്ചത് മാത്രമല്ല, ആരോപണം കോടതിയിൽ വന്ന് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ ഒരു MLA ആരുടെ കൂടെയുണ്ട്? കോൺഗ്രസിന്റെ കൂടെയുണ്ട്. വിൻസെന്റ് MLA എന്ന പേര്, നിങ്ങൾക്കത് മറന്നു പോകരുത്. മറ്റൊരു MLA ഉണ്ട്, എൽദോസ് കുന്നപ്പള്ളി എന്ന പേര്. പിന്നെ ആരോപണങ്ങളുടെ വലിയ കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിരുന്നു KC വേണുഗോപാൽ, അതുപോലെ PC വിഷ്ണുനാഥ്, അതുപോലെ കോൺഗ്രസിലെ സകല നേതാക്കന്മാർക്കെതിരെയും. ആ ആരോപണങ്ങളും ഈ ആരോപണങ്ങളെയും ഒരുപോലെ കാണാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് സാധിക്കുമോ? സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീ വസീഫ് ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും കോൺഗ്രസിലും KSUവിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചേരിപ്പോര് രൂക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിൽ തമ്മിലടി നടക്കുന്നത്. അതിന്റെ ഒരു ഓഡിയോ സന്ദേശത്തിലേക്ക്. പുള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ, പാലക്കാട് ഉണ്ടാവുമ്പോ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ തന്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും, സംഭാഷണം ഒരുക്കും, പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭാഷണം ഒരുക്കും. അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും.
നേതാക്കൾ ആരാണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ഒരു പേരെടുത്ത് ആരും പറയാതെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ. ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് പാർട്ടിയിൽ അകത്ത് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ പറയുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ വീണ്ടും സസ്പെൻഷൻ വാങ്ങി എന്നുള്ള പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ആളുകളെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ ആകർഷിച്ചുകൊണ്ട് യുവാക്കൾ കടന്നു വരുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നം വന്നാൽ അവൻ എങ്ങനെ ചാമ്പാന്ന് നോക്കുന്ന നേതാക്കളും ഫാൻസ് അസോസിയേഷൻകാരുമാണ് ഇന്ന് പാലക്കാടുള്ളത്. അതിനൊരു മാറ്റം വേണം. എല്ലാവരും ഒന്ന് പുനഃപരിശോധിക്കണം. എല്ലാത്തിനും തീരുമാനം വേണം. അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം MLA-യുടെ ഓഫീസിന് മുമ്പിൽ വരെ എത്തിക്കാനുള്ള അവസരം ഒരുക്കുക പോലീസിനെതിരെ അടക്കം ശക്തമായി നിലപാട് പറയാൻ ഒരു KSUക്കാരനോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ തയ്യാറായില്ല. അതന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ എനിക്ക് ഇടാൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തല എന്തെങ്കിലും പറഞ്ഞ രമേശ് ചെന്നിത്തല കൊന്നുകൊല വിളിക്കാൻ കുറെ ആളുകൾ, അതൊന്നും നടക്കൂല, അത് നടക്കാൻ സമ്മതിക്കൂല. യെസ്.